ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഡോക്ടർ അനിത രാജൻ ഹിയർ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ആർക്കൊക്കെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റാത്തത് ആർക്കൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബെനിഫിറ്റ്സ് നമുക്ക് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ PCOD പേഷ്യൻസിന് അവരുടെ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ അഥവാ വീക്കം ശരീരത്തിൽ കുറയ്ക്കാനായിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെ നല്ലതാണ്. നമുക്ക് ഉറക്കം കിട്ടാനായിട്ട് വളരെയധികം നല്ലതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും വളരെ നല്ലതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ. ആർക്കൊക്കെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 വയസ്സിന് താഴെയുള്ളവർ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യരുത്. പിന്നെ പ്രഗ്നൻ്റ് ആയവർ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യരുത്. പിന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരും ഇത് ചെയ്യരുത്. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ അവരുടെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള അസുഖങ്ങളുള്ളവർ അവരുടെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ്